ഹലോ. അപ്പൊ ഈ ഫാമിലിയുടെ കൂടെ ഞാൻ 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്റെ കൂടെ ഉള്ളത് റസ്തം, അതേപോലെ തന്നെ മറിയം ആൻഡ് ദർ സൺ ഈസ. ഓക്കെ, അന്ന് ഹോം സ്കൂളിങ്ങിനെ കുറിച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്ത്. 2 വർഷത്തിന് ശേഷം എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് പറയാം, ഈസ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. സ്കൂളിൽ പോകുന്നില്ല. എത്ര വയസ്സായി ഈസക്ക്? 14. ഈസ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈസയുടെ ജോബ് എന്താണ്? You are leading the ഓക്കെ, ക്രിങ്ക് എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, റൈറ്റ്? ക്രിങ്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയോ, എന്താണ് ക്രിങ്ക് എന്നുള്ളത്? പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോഴത്തെ തിരക്കുള്ള ഒരു സമയത്ത് ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ് ഉള്ളിൽ കൊണ്ടുവരിക, സ്ട്രെസ് കുറച്ച് നല്ല ഹാപ്പി ആയിട്ട് ലിവ് ചെയ്യുക എന്നുള്ളൊരു വെൽനെസ് എൻഷുർ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഓക്കെ, അപ്പൊ ആ ക്രിങ്ക് എന്നുള്ള സ്റ്റാർട്ടപ്പിന്റെ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജന്റ് പ്രൊഡക്റ്റ് ആണ്. എൻഡ് ടു എൻഡ്, അതായത് ഒരു നമ്മുടെ ഒരു വെൽനസ് കോച്ച് നമ്മളോടൊപ്പം എങ്ങനെയാണോ തെറപ്പി ചെയ്ത് മുന്നോട്ട് പോകുന്നത്, നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, അതേപോലെ പ്ലാൻ ചെയ്ത് തെറപ്പി ചെയ്യാൻ പറ്റിയൊരു എന്താ പറയാ, ഏജന്റ് കെ വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഏജന്റ് കെ ഈസ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? ആൻഡ് പക്ഷേ ലൈക് വാട്ട്സ് യുവർ റോൾ, ലൈക് വാട്ട്സ് യുവർ ടൈറ്റിൽ ഇൻ ദിസ് കമ്പനി? I think the title is lead engineer and architect. ലീഡ് എഞ്ചിനീയർ ആണ് 14ാമത്തെ വയസ്സിൽ. ആൻഡ് ലീഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചീഫ് എഞ്ചിനീയർ ഈസയാണോ? മുകളിലൊരു അഡ്വൈസർ ഉണ്ട് ഈസാന്റെ മുകളില്. നമ്മുടെ കോമൺ ഫ്രണ്ടാണ് ഷാഹിദ്. ഈസാന്റെ അജ്മലിന്റെ IIT മദ്രാസിലുള്ള ആളാണ്. ഹസിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സോഴ്സ് സ്റ്റാർട്ടപ്പിന്റെ ഹെഡ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഈസാന്റെ മുകളിൽ ഷാഹിദാണ്. ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആക്ടിവിറ്റി വർക്ക് ചെയ്യാനല്ല, ഗൈഡൻസ് കൊടുക്കുന്നത്. ഈസാന്റെ താഴെ പിന്നാണെങ്കിൽ നമുക്ക് പറഞ്ഞ ടീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ താഴെ എന്ന് പറയാൻ പറ്റൂല, കാരണം ഇവിടെ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ആണ്. ഈസാന്റെ ടീംമേറ്റ്സിൽ there are 2 IITians and another engineer, പിന്നെ ഒരു എന്താ പറയാ ഒരു ഡിസൈനർ ഉണ്ട്, പിന്നീട് 2 R&D സൈക്കോളജിസ്റ്റുകൾ. സോ ഈസിയാണ് ഈ ടീമിനെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഈ 14ാമത്തെ വയസ്സിൽ ഹൗ ഡു യു ഗെറ്റ് ഇൻ ടു ദിസ് AI and coding? I started when I was 9 at Harvard's Introduction to Computer Science. Harvard's Introduction to Computer Science. After that, I explored Python a bit, web development, then came to Crank. Started out with our style GraphQL, Flutter, Python, etc. Okay. And that's basically. ഈസയിൽ പഠിച്ചിരുന്ന സമയത്തായിരുന്നു നമ്മളും കൺസൾട്ടേഷൻസ് ഓൺലൈൻ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് ആൾക്കാർക്ക് ഒരു 24/7 സപ്പോർട്ട് മെന്റൽ വെൽബീയിങ്ങിൽ കൊടുക്കണം എന്നുള്ളൊരു നീഡാണ് ഫീൽ ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് ഹി വാസ് ഓൾസോ റെഡി ടു ബിൽഡ് ദിസ് ആപ്പ്. അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞ ഒരു ആർക്കിടെക്ചർ ലെവൽ, ഇപ്പൊ ഞാൻ ഐ വർക്ക് തന്നെ ലാർജ് ഓർഗനൈസേഷൻ. അപ്പം അവിടെ ഇപ്പൊ നമുക്കൊരു ആർക്കിടെക്ചർ ലെവലിൽ ഇപ്പൊ ഞങ്ങള് ഈസാന ലീഡ് എഞ്ചിനീയർ എന്ന് ഞാൻ കാണുന്നതിനപ്പുറം ഞാൻ ആ ഒരു ഈസാനെ കാണുന്നത് ഒരു ആർക്കിടെക്ട്, ആ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് എന്നുള്ള രൂപത്തിലാണ്. ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ഓരോ മൊഡ്യൂൾസ് എങ്ങനെ വേണം, എങ്ങനെ അത് ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ എടുക്കണം, അതിന്റെ API കണക്ഷൻസ് എങ്ങനെയാണ്, ഇവന് പ്രൈസിങ് ലെവലില് കോസ്റ്റ് എങ്ങനെയാവും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ഇൻഫ്ര എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഐ എം ടോക്കിംഗ് ലിറ്റിൽ എന്താ പറയാ ടെക്നിക്കൽ, ബട്ട് ഒരു ഓവറോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബേസിക്കലി ഈസിയാണ്. Right, and he studied through this ഹാർവാർഡിന്റെ കോഴ്സ് വെച്ചിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. എങ്ങനെയായിരുന്നു പാരന്റ് ഈസയുടെ ലേണിംഗ് ജേർണി? എങ്ങനെ ഒരു കമ്പ്യൂട്ടർ സയൻസിലോട്ട് ഇത്ര ചെറിയ പ്രായത്തിൽ ഈസ എത്തിയത്? ഹാർവാർഡ് എന്ന് പറയുമ്പോൾ ഹാർവാർഡിന്റെ ഒരു ബാച്ചിലേഴ്സിൽ ഒരു കോഴ്സ് ഉണ്ട്, CS50, വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് കോഴ്സ് ഇൻ ദ വേൾഡ് ആണ്. ഡേവിഡ് ജെ മെലാൻ എന്ന് പറയുന്ന പ്രൊഫസറിന്റെ കീഴിലാണ്. എല്ലാ കൊല്ലവും അവർ ആ ഫുൾ ഹോൾ വീഡിയോസ് റീഡ്യൂ ചെയ്ത് പുതിയത് വരുന്ന ഒരു കോഴ്സാണ്. ഇച്ചിരി ടഫാണ് പറയാൻ, കാരണം ഞാൻ ഈസയൊക്കെ ജനിക്കുന്നതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് 2 വട്ടം ട്രൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നിർത്തി വെച്ചൊരു കോഴ്സാണ്. ഈസ ഒരു 8 വയസ്സായപ്പം ഞങ്ങൾ ഈ കോഴ്സ് ഞാൻ വീണ്ടും എന്റെ ഈസയോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിക്കുകയും ഞാൻ ഈസയെ ഒരുമിച്ച് ചെയ്യുന്നത് ഒരു വീക്ക് ബേസ് ആണ്. 0th വീക്ക്, ഫസ്റ്റ് വീക്ക്, അങ്ങനെ 10 വീക്സ് അല്ലേ ഈസ? എവറി ഇയർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഞങ്ങൾ അന്ന് 10 വീക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 2-3 വീക്സ് വരെ ഞാൻ ലീഡ് ചെയ്തു, 0, 1, 2 വരെ ഞാൻ ലീഡ് ചെയ്തു. പിന്നെ ഈസ സ്റ്റാർട്ടഡ് ലീഡിങ്, അതായത് മോർ ഡിഫിക്കൽട്ട് തിങ്സ് വരുന്നു, ഈസ അത് ഹാൻഡിൽ ചെയ്യുന്നു, ഡേറ്റാബേസ് സ്ട്രക്ചറിങ്, അങ്ങനെയൊക്കെയുള്ള വെരി വെരി സ്ട്രോങ് കോഴ്സാണ്.
അപ്പം അങ്ങനെയാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഈസക്ക് എന്തുണ്ട്, ആ ഒരു എബിലിറ്റി കോഡിംഗ് കോഡിംഗ് എന്നുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കണക്ഷൻസും അതനുസരിച്ചുള്ള ഒരു ഏരിയ ഈസക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വിടുന്നതിനപ്പുറം ഈസ തന്നെ കണ്ടത്, ഇന്നിപ്പോ ഈസ ചെയ്യുന്ന ഇപ്പൊ ഈസനെ കൊളീഗ്സായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് അറിയാൻ പറ്റും. ഈസ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ ഈസ ഇപ്പം അത് ചെയ്യണമെന്ന്. ഈസ ചെയ്യുന്നുണ്ട്, അപ്പുറത്തെ റിസൾട്ട് വരുന്നുണ്ട്. അത് മതി. പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് നമ്മൾ Coding ഒരു ബിഫോർ 7 നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യം അതായിരുന്നു. പല ഫീൽഡിലേക്ക് കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുക, ഏതാണോ അവർ പിക്കപ്പ് ചെയ്യുന്നത് അതിലേക്ക്. പിന്നെ ഈ ഹോം സ്കൂളിങ്ങിന് പല ആൾക്കാരും ചോദിക്കുന്ന, അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ വന്ന ഒരു കമന്റ് ഉണ്ട്, ഞാൻ ആ കമന്റ് ഇവിടെ കാണിക്കാം. അതായത് കുട്ടികൾക്ക് ആക്ച്വലി ഇവിടെ പാരന്റ്സിന് അല്ലെങ്കിൽ തന്നെ സമയമില്ല. ആ സമയമില്ലാത്ത സമയത്ത് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ സ്ക്രീൻ കൊടുത്തിട്ടാണ്. ഒരു ഹോം സ്കൂളിങ്ങിന്റെ സമയത്ത് ഇവര് ഭയങ്കരമായിട്ട് സ്ക്രീനിനോട് എക്സ്പോസ്ഡ് ആവില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതെല്ലാത്ത പിള്ളേർ തെറ്റിദ്ധാരണയാണ്. അതുപോലെ കണ്ണട വെക്കുന്നത് സ്ക്രീൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് അങ്ങനെ ലിങ്ക് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. സ്ക്രീൻ വർക്ക് കോവിഡിന്റെ സമയത്ത് കുട്ടികളെ വീട്ടിലിരുന്ന് പഠിച്ചപ്പോൾ അവിടെ ആൾക്കാർ കൂടുതൽ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് അങ്ങനത്തെ ചിന്തയുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ ഒരു 1-to-1 കണക്ഷനിലാണ് പഠിപ്പിക്കുന്നത്. അത് ബുക്കാണ്, ഞങ്ങൾ ടെക്സ്റ്റ് ബുക്സും വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. കൂടുതലും ഞങ്ങളുടെ ടീച്ചിങ് എന്ന് പറയുന്നത് ബുക്സ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് വിളിയാൽ ആ ബുക്ക് എടുക്കൂ, ഈ ബുക്ക് എടുക്കൂ. ഞങ്ങളെ ഒരു 10-15 ബുക്ക് ചിലപ്പോൾ ഒരു ടേബിളിൽ കാണും. അജ്മല് വരുന്ന സ്ഥിരമായി വരുന്ന വീടാണ്. ഏത് മുറിയിൽ കയറിയാലും ബുക്സ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഒരു അവസ്ഥ. അപ്പൊ അവിടെ ഒരു റിസർച്ച് പർപ്പസിനോ അങ്ങനെയൊക്കെ ആയിരിക്കും ഓൺലൈൻ നീഡ് വരിക. അതുപോലെ ഇങ്ങനത്തെ സബ്ജക്ട്സിന് കോഡിംഗ് പോലുള്ള. പിന്നെ ടീച്ചറിലോട്ട് പോവാ, വേറെ പല രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഒരു സ്ക്രീൻ ഓറിയന്റഡ് ആയിട്ടല്ല. ഈ ഒരു മറ്റൊരു ആസ്പെക്ട് ചോദ്യങ്ങൾ വന്നത്, കുട്ടികളുടെ സ്കൂളിൽ കിട്ടുന്ന ഒരു സംഭവം സോഷ്യലൈസേഷൻ എന്നുള്ള ഒരു സംഭവമാണ് എന്നുള്ള എന്റെ അഭിപ്രായത്തിൽ. ഇപ്പൊ സ്കൂളിൽ കാര്യമായി കിട്ടുന്ന കഞ്ചാവും MDMA പക്ഷെ അങ്ങനെ ചോദ്യം പൊതുവെ ഹൗ ഡു യു മാനേജ് ദാറ്റ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. അപ്പൊ ഹോം സ്കൂളിംഗിന്റെ ഒരു വലിയ ചലഞ്ചും അത് തന്നെയാണ്. നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മൾ ചൂസ് ചെയ്ത ഫ്ലാറ്റ്, ആ സമയത്ത് ചൂസ് ചെയ്ത ഫ്ലാറ്റ് നമ്മളിപ്പോ താമസിക്കുന്നിടത്തൊക്കെ കുട്ടികളുണ്ടെന്നൊക്കെ എൻഷുർ ചെയ്ത് എല്ലാ ദിവസവും ഇവര് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒരു 4 മണി തൊട്ട് 6:30 വരെ അങ്ങനെയായിരുന്നു നമ്മൾ ഹോം സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ചെയ്തിരുന്ന ഒരു കാര്യം അതായിരുന്നു. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ പിയർ ലേണിംഗ് എന്നുള്ള ഭയങ്കര ആവശ്യമാണ്. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ചിലപ്പോൾ വഴക്കെടുക്കും. അതിനൊക്കെ പറ്റുന്ന ആൾക്കാർ ഹോം സ്കൂളിംഗ് എടുത്താൽ മതി, അല്ലാത്തവരും എടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു അക്രമമാണ്. ഇപ്പൊ നമ്മൾ തന്നെ പലരും വരുമ്പം നമ്മൾ അവർക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ഹോം സ്കൂളിംഗ് ചെയ്യരുത് എന്നുള്ളത്. പിന്നെ ഈസാനൊക്കെ സംബന്ധിച്ച് പിയർ ലേണിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരേ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് വേണം. ഇപ്പൊ സ്കൂളിൽ ചിലപ്പോൾ ഒരേ പ്രായമുള്ള കുട്ടികളുണ്ടാവും, വലിയ കുട്ടികളുമായിട്ട് വേണം, ചെറിയ കുട്ടികളുമായിട്ട് ഈ ഒരു ഇന്ററാക്ഷൻ പലപ്പോഴും വേണം. അപ്പൊ നമുക്ക് ഒരു രസം ഉണ്ടായെന്ന് വെച്ചാൽ ഈസ ഒക്കെ എന്ന് പറയുന്നത് ഈസ ഒരു ബേർഡർ ആണ്. ബേർഡ്സിനെ വാച്ച് ചെയ്യുന്ന ആള്. കേരളത്തിൽ വളരെ കുറെ ബേർഡേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. നിങ്ങളുടെ കുട്ടികളെ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൽ. ഫീച്ചേഴ്സും ഒക്കെ വെച്ചിട്ട് അതിന്റെ പേരും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ പല ബേർഡ്സിനെ സൗണ്ട് വെച്ചിട്ടൊക്കെ ആക്കണം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കാണാൻ പറ്റൂല. ഒരു വന ഫോറസ്റ്റിലാണ് പോകുന്നതെങ്കിൽ ഇപ്പൊ ഈസയൊക്കെ കേരളത്തിന്റെ തന്നെയുള്ള മൾട്ടിപ്പിൾ ഫോറസ്റ്റുകൾ, മനുഷ്യർ നോർമലി പോകാത്ത ഫോറസ്റ്റിൽ പോയി ബേർഡ് സോഷ്യലൈസേഷന്റെ ഒരു പാർട്ടാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ കാണാം. ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മുടെ ബേസിക്കലി ക്യാമ്പിൽ പങ്കെടുക്കുന്നു, ഇതിന്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു. പിന്നെ ഈ സോഷ്യലൈസേഷൻ പറയുന്ന ആളുകളോട് എനിക്ക് തിരിച്ച് ഹീസ് ടോക്കിംഗ് ഇംഗ്ലീഷ് ഇൻ ആൻ എക്സലന്റ് ആക്സെന്റ്, റൈറ്റ്? അപ്പൊ അത് ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ്? ഹൗ ഡിഡ് യു ഗെറ്റ് ദാറ്റ്? യു ഡോണ്ട് നോ? എന്തായിരുന്നു റീസൺ? അറിയില്ല. ഇതുപോലെ പലരും ചോദിക്കുന്നുണ്ട്. അവിടെ ഈ കോഴ്സ് ചെയ്തത് ഒരു ഫാക്ടർ ആയിരുന്നു. പിന്നെ ഒരു എക്സ്പോസ് ആവുന്ന മേ ബി ടെക്നിക്കൽ കാര്യങ്ങളാണ് ആൾ കൂടുതലും വാച്ച് ചെയ്യുക. അപ്പൊ അതിൻ്റെതാണോ അത് ഒരു US ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ലെക്ചേഴ്സ് ഒക്കെ ആയിരുന്നു. ഞങ്ങളാരും എന്റെ ഒക്കെ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഞങ്ങളേതല്ല എന്തായാലും പഠിച്ചത്. പഠിച്ചത് അത് അങ്ങനെ നിങ്ങളും മറിയത്തിന്റെ ഒരു അല്ലല്ലോ ഈസാന്റെ ഒരു. ഓക്കെ, അപ്പൊ നമുക്ക് ഹോം സ്കൂളിംഗ് എല്ലാവർക്കും ഉള്ളത് അല്ലാതെ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഹോം സ്കൂളിംഗ് ചെയ്യുന്ന ഒരാളല്ല, കാരണം എനിക്ക് എന്നെ കൊണ്ട് കഴിവില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്, റൈറ്റ്? അപ്പൊ ഇത് എല്ലാവർക്കും എന്താ ഈസയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ, റൈറ്റ്, ആഫ്റ്റർ 10th? Which college? I'm aiming for an IB college, right? So you're looking at US or different specs. Something along those lines.
സോ യുഎസിൽ മേ ബി SAT ഒക്കെ എഴുതിയിട്ട് യുഎസിൽ പോയി പഠിക്കാം. Science is definitely on my list. ഓക്കെ റൈറ്റ്. ഓക്കെ സോ അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ എക്സ്പോഷർ കൊടുക്കും. ഇപ്പൊ ഈസാനെ സംബന്ധിച്ചപ്പോ ഞങ്ങൾ ആരും എല്ലാം ഐവി ലീഗ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ അത് ഈസാൻ അത് കിട്ടിയതിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഈ ഹാർവാർഡിന്റെ കോഴ്സ് ചെയ്തു. അപ്പൊ ഈസാന്റെ മനസ്സിൽ തന്നെ കുറെ നാളായിട്ട് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സ്വപ്നമാണ് ആ സാൻഡേഴ്സ് തിയേറ്റർ. അവിടെയാണ് ഈ കോഴ്സ് നടക്കുന്നത്. അപ്പൊ ആ തിയേറ്ററിൽ ഇരുന്ന് ക്ലാസ് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്ക് പേരൻസിന് ചിലപ്പോൾ ഒരു വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ IIT മദ്രാസിൽ ഡെഫിനറ്റ്ലി ഒരാൾ ചെന്ന് അവിടെ ടൂർ ഫ്രീ ആണ് അല്ലെ, ഫ്രീ ആയിട്ട് ടൂർ ഉണ്ട്. അപ്പം നേരത്തെ രജിസ്റ്റർ ചെയ്യണം തോന്നുന്നു അല്ലെ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അവിടെ ഹെറിറ്റേജ് സെന്ററിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പം ശരിക്കും കുട്ടികൾക്ക് നമ്മൾ എക്സ്പോഷർ കൊടുക്കും തോറും നിങ്ങളൊരു ട്രിപ്പ് ചെന്നൈ വഴി നടത്തിയാൽ അല്ലെങ്കിൽ ഒരു IISc പോകാൻ പറ്റിയാൽ കുട്ടികൾ അത് കാണുമ്പോൾ കുട്ടികൾ ചൂസ് ചെയ്യും. ചൂസ് ആക്ച്വലി ഞങ്ങൾക്ക് ഇതിൽ പോണ്ടയോ എന്നൊക്കെയുള്ള ചൂസ് ചെയ്യും. റൈറ്റ് എക്സ്പോഷർ എന്നുള്ളത് ഇത് ഒരു ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ എല്ലാവരും ഐവി ലീഗ് പോകണം എന്നുള്ളത് അല്ലെങ്കിൽ അതൊന്നല്ല. അപ്പൊ ഞാൻ 9th പഠിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ക്വിസ് പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി NIT കാലിക്കറ്റ് പോകുന്നത്. അപ്പൊ അന്ന് ആദ്യമായിട്ട് എന്റെ വീടിന്റെ വലിയ ദൂരം എന്ന് വെച്ചാൽ ആക്ച്വലി NIT കാലിക്കറ്റ് 40-50 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കോളേജ് തിരുവനങ്ങാടി PSMO കോളേജ്. ഇറ്റ്സ് എ ഗുഡ് കോളേജ്. പക്ഷെ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം ഒരു വലിയ ബിൽഡിംഗ്, ഒരു പൂന്തോട്ടം, കുറച്ച് കുട്ടികൾ, റൈറ്റ്, ഒരു ഗ്രൗണ്ട്, ഇതൊക്കെയാണ്. നേരെ കുറച്ച് NIT കാലിക്കറ്റ് പോയപ്പോഴാണ് മനസ്സിലായത് റൈറ്റ് ഇത്ര വിശാലമായ ക്യാമ്പസും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും പല സംസ്ഥാനങ്ങളിൽ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുള്ളത്. അന്ന് ഞാനെടുത്ത തീരുമാനമാണ് ഏറ്റവും മിനിമം ഞാൻ എവിടെയെങ്കിലും പഠിക്കുന്നുള്ളത്. അപ്പൊ ഒരു 9th നമുക്ക് കിട്ടിയേ നമുക്കൊരു JEE കോച്ചിങ്ങിനൊക്കെ അപ്പുറം നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, നമ്മളെ വേറെ ആരെങ്കിലും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതിൽ അപ്പുറം നമുക്ക് ലൈഫിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും എക്സ്പീരിയൻസ് ആണ് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുന്നത് എന്നുള്ളത്, എന്നെ എവിടെയെങ്കിലൊക്കെ എത്തിച്ചെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഈസയുടെ ടീംമേറ്റ്സിന്റെ ഈസയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. ഓഫീസിലാണ് നമ്മളിപ്പോ ഉള്ളത് KSTMലാണ്, കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ് ക്രിങ്കിനെ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ക്രിങ്കിന്റെ ഓഫീസ് ഉള്ളത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കളമശ്ശേരിയുള്ള ക്യാമ്പസിലാണ്. അപ്പൊ അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത്. നമുക്ക് ഒരു ടീംമേറ്റ്സിനെ ഒന്ന് കണ്ടു. ഈസാന്റെ ടീംമേറ്റ്സ് ആണ് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ. ഇതാണ് ഈസാന്റെ ടീം. രണ്ടുപേരും റിമോട്ടാണ്, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ആക്ച്വലി അജ്മൽ, എല്ലാവർക്കും അജ്മലിന്റെ ഫെമിലിയർ ആണ്. അപ്പം പേരെന്താ? മറവ. എങ്ങനെയുണ്ട് ഈസയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്? എന്താണ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ UX ഡിസൈനർ ആണ്. ബിടെക് കഴിഞ്ഞാണോ? അല്ല, ഞാൻ മാസ്റ്റർ ഓഫ് ഡിസൈൻ. മാസ്റ്റർ ഓഫ് ഡിസൈൻ കഴിഞ്ഞതാണ്. ഇവിടുന്നാണ് കഴിഞ്ഞത്, ലിഫ്റ്റിൽ നിന്ന്. ഓക്കെ, MTech കഴിഞ്ഞത്. ഓക്കെ. അപ്പം ഡിസൈൻ ഡയറക്ഷൻ നന്നായിട്ട് തരുന്നതാണ്. ഡിസൈൻ ഡയറക്ഷൻ അങ്ങോട്ട് തരും. പിന്നെ നന്നായിട്ട് ഗൈഡ് ചെയ്യും. അതുപോലെ ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. ചെറിയ കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട്. ഒരാളിപ്പോ ഒരു മീറ്റിംഗിലാണ്. ഐശ്വര്യ എന്താ ചെയ്യുന്നത്? എന്താ പഠിച്ചത്? ഞാൻ സൈക്കോളജിയാണ്. സൈക്കോളജിസ്റ്റ് ആണ്. ഇവിടെ തന്നെയാണ് വർക്ക് പ്രൊഡക്റ്റ് ടീമിലാണ്. എന്താ നിങ്ങളുടെ ഇന്ററാക്ഷൻ? ഞങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതലിപ്പോ നമ്മൾ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്പാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഇന്ററാക്ഷൻസ് ആണ്. അപ്പോൾ കൂടുതലും ആളെനിക്ക് കുറച്ചുകൂടെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് നമ്മൾ അങ്ങോട്ട് സൈക്കോളജിക്കൽ കാര്യങ്ങൾ അങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ. We have secrets of the research, and we take that research and take content from the research in psychology and incorporate that into the app so that users get a really good mental well-being. Okay, so a diverse team ആണ് ബേസിക്കലി ഈസ മാനേജ് ചെയ്യുന്നത്. UX ഡിസൈനേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്. എഞ്ചിനീയേഴ്സ് റിമോട്ട് ആയിട്ടാണ്. എഞ്ചിനീയർ പറയും. എന്താ കഴിഞ്ഞത്? ബിടെക് കമ്പ്യൂട്ടർ. അതായത് ഈസാന്റെ എല്ലാ കരാളഹസ്തവും. പിന്നെ അപ്പം ഫ്രണ്ട് തന്നെയാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈസയാണ് ഡെവലപ്മെന്റ് പ്രോസസ്സ് ഫുൾ ലീഡ് ചെയ്യുന്നത് ഈസയാണ്. അപ്പോ ഈസാന്റെ കൂടെ വർക്ക് ചെയ്തതാണ്. ഓക്കെ, ഈസാന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഏജ് ഡിഫറൻസിന്റേതായിട്ടുള്ള. എത്ര വയസ്സായി? എനിക്ക് 24. 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പോ ഏജ് ഡിഫറൻസിന്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. അതിന്റെ ഒരു നമ്മൾ പിന്നെ അതാണ് ടീം ഭയങ്കര ഡൈവേഴ്സ് ആണ്. ഏജിലാണെങ്കിലും ഫോക്കസ് ഏരിയ ഫോക്കസ്.
കുട്ടികളെ തീരെയില്ല. തീരല്ലേ? അതാണ് പ്രശ്നം. നമ്മുടെ നമ്മുടെ കുട്ടികൾ പോലും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ. പിന്നെ ആളുടെ ഞാൻ എഴുതുന്ന കോഡൊക്കെ റിവ്യൂ ചെയ്യുന്നത് ആൾ തന്നെയാണ്. അപ്പം കോഡ് റിവ്യൂവിലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതെ. എന്താ ഒരു കോഡ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാല് എനിക്ക് ആദ്യമേയൊക്കെ വന്നിട്ടിരുന്ന 64-74 ചേഞ്ചസ് ഒക്കെയാണ്. അപ്പൊ ഇത് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞൊരു 10 താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ആക്ച്വലി അതൊരു ട്രാൻസ്മിഷൻ ജേണിയാണ്. ഞാൻ ആദ്യമേ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കോഡ് സ്റ്റൈലിനൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ് ഇപ്പൊ. അത് ആ റിവ്യൂവിന്റെ ഒരു റിസൾട്ട് ആണെന്നാണ് ഞാൻ. ഈസൊക്കെ ഇവരെ ഏജ് ഓൾഡർ ടിയർ ഗ്രൂപ്പ് മാനേജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഹൗ ഡു യു ഫീൽ? Nice question. നൈസ് ക്വസ്റ്റ്യൻ ആണ്. പറയൂ, ഉത്തരം പറയൂ. I think they answered that already. Okay, but how do you feel, right? Do you feel difficulty or? There are sometimes when it's hard. On the contrary, it feels very good. They're understanding. എല്ലാരും നല്ല പഠിക്കാരാണ് എന്നുള്ളതാണ് ഈസ പറയുന്നത്. They're very amazing. They do great work. So. Okay. ഈസാന്റെ ഇന്റർവ്യൂ അനുഭവിച്ച ആളാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന നെബുഹാൻ. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് നെബുഹാൻ ആദ്യം ആക്ച്വലി ഡെവലപ്പർ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തതാണ്. പിന്നെ ആളുടെ ഒരു പിന്നെ മനസ്സിലായി അതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണ്. ഈസയുടെ കീഴിൽ ഡെവലപ്പർ ആയി നിൽക്കുന്നതിനേക്കാൾ. അപ്പൊ ആളൊരു മാർക്കറ്റിംഗിൽ ആളുടെ പാഷൻ കണ്ടെത്തിയപ്പം ആളെന്ത് ചെയ്താണ് അങ്ങോട്ട് ട്രാൻസ്ഫർ. ഹീസ് ഓൾസോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. അപ്പം പിന്നെ ഒന്ന് നെബുഹാനിലേക്ക് കൊണ്ടുവന്ന സംസാരിക്കും. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ഇതിലെ കീ ടേക്ക് അവേ എത്രയേ ഉള്ളൂ. നമ്മള് റൈറ്റ് ഈസയുടെ റൈറ്റ് ടാലന്റ് തിരിച്ചറിഞ്ഞു ആൻഡ് വി വർ ഏബിൾ ടു യൂസ് ദാറ്റ് ഇൻ എ റൈറ്റ് വേ. റൈറ്റ്, നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലിങ്കിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റി. ആൻഡ് ഗിവ് എക്സ്പോഷർ ടു യുവർ കിഡ്സ്. റൈറ്റ്, വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ കുട്ടികൾക്ക് നമ്മൾ എക്സ്പോഷർ നൽകുക. ഹോം സ്കൂളിംഗ് ഇസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, ബട്ട് ഗിവിംഗ് എക്സ്പോഷർ എന്നുള്ളത് എല്ലാ പാരന്റ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അത് ചെയ്യുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്നുള്ളത്. റൈറ്റ്, സോ താങ്ക്സ് ടു ഈസ ആൻഡ് ഹിസ് അമേസിംഗ് പാരന്റ്സ് ആൻഡ് ദ ടീം അറൌണ്ട്. നല്ലൊരു വീഡിയോ കിട്ടിയെന്ന് കരുതുന്നു. ആൻഡ് വി വിൽ കം അപ്പ് വിത്ത് മോർ ഗുഡ് വീഡിയോസ്. താങ്ക്സ്.